ഈ ടീഷർട്ട് എങ്ങനെയുണ്ട്? വീട്ടിലിടാൻ കൊള്ളാല്ലേ? പക്ഷെ ഇങ്ങനെ എന്നെ പിടിച്ചു നിർത്തിയ ഞാൻ എങ്ങനെ സ്നേഹം കൂട്ടി രക്ഷപ്പെടുക? മാമ, എന്താണ്? എനിക്ക് പാർട്ടിക്ക് പോവാനുണ്ടായിരുന്നു. ഓ, അത് ഞാൻ മറന്നു. നന്ദി, പോയിക്കോളൂ. താങ്ക് യു മാമ. കുട്ടികളെ ഇനി തപ്പി പിടിക്കണം. അവരോട് ചോദിക്കണ സ്നേഹം രക്ഷപ്പെടുത്താൻ പറ്റിയോന്ന്. പറ്റിയെങ്കിൽ അവൾ എവിടെയാ നിൽക്കണേന്നും അറിയണം. അല്ല, നീ പോണില്ലേ? പോണു. അതിനു മുമ്പ് കുട്ടികളുടെ അടുത്തൊന്ന് പറഞ്ഞിട്ട് പോട്ടെ. അപ്പൊ കല്ലുവിനോട് പറയണ്ടേ? അത് ശരിയാണല്ലോ, മാമിയോടും പറയണോല്ലേ? പറയാം, പറഞ്ഞിട്ട് തന്നെ പോവാം. നിനക്ക് എന്താണ് ഒരു പരുങ്ങല്? ഏയ്, ഒരു പരുങ്ങലും ഇല്ല, മാമന് തോന്നണതാണ്. സ്നേഹയുടെ കാര്യം പച്ചയ്ക്ക് ചോദിച്ചാലോ? ഇവിടെ പറ്റിയ സന്ദർഭമാണ്, വേറെ ആരും ഇല്ല. കല്ലു മോളിലായ ഭാഗ്യം, അവള് കേൾക്കണതിന് മുമ്പ് ചോദിച്ചു കളയാം. അല്ല അശ്വിൻ, സ്നേഹ. സ്നേഹിയോ എവിടെ? അത് അത് പിന്നെ ഞാൻ പറയായിരുന്നു, സ്നേഹയെ പോലൊരു കുട്ടി ഇപ്പൊ ഇറങ്ങിപ്പോയിന്ന്. അല്ലേടാ അശ്വിൻ? ആ ശരിയാണ്, അതിനെ പോലൊരു കുട്ടി ഇറങ്ങിപ്പോയ പോലെ. ഓ അങ്ങനെ. അല്ല, ഇവനിത് എവിടുന്ന് വന്നു? അത് പിന്നെ ഞാനൊരു പർച്ചേസിന് വന്നതാണ്. എനിക്കൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോണായിരുന്നു, അതിന് ഗിഫ്റ്റ് വാങ്ങാൻ. എന്ത് ഗിഫ്റ്റ്? അത് സാരി. എന്നിട്ട് സാരിയാ? അത് ആരുടെ ബർത്ത്ഡേ പാർട്ടിയാ? അത് മാമൻ എന്താ തമാശ പറഞ്ഞതാണ് അല്ലേ? അതെ അതെ, ചുമ്മാ പറഞ്ഞതാണ്. ഈ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും ആൺകുട്ടികളുടെ അല്ലേ? അവിടെ കള്ളും കഞ്ചാവും ഒക്കെ കാണുവോ? ഈശ്വര, ഇപ്പോഴത്തെ കാലാണ്. ക്ലാസ് ഉള്ള ദിവസം പാർട്ടി എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നാലേ നിന്റെ അച്ഛൻ ദേവേട്ടനെ എന്നെയാ വഴക്ക് പറയണേ, നിന്നെ അല്ല. അതുകൊണ്ട് പാർട്ടിക്കും കിട്ടിക്കും ഒന്നും പോണ്ട. മാമ ഈ മാമിക്ക് എന്തുട്ടോ പറ്റിയേ? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. അമ്മ മോശം മൂഡിലേട്ടാ. ഞങ്ങളെ രണ്ടുപേരും ഒറ്റയ്ക്കാക്കിയിട്ടേ അച്ഛൻ താഴേക്ക് വന്നില്ലേ, അതിന്റെ ദേഷ്യാണ്. രണ്ടുപേരുണ്ടെങ്കിൽ എങ്ങനെയാ ഒറ്റയ്ക്കാവണേ? ഒരാളാവുമ്പോഴാണ് ഒറ്റയ്ക്ക് എന്ന് പറയാ അല്ലേ? അധികം ചിരിക്കേണ്ടതേ കേട്ടാ, വേറെ ആർക്കും ഇത് കേട്ടിട്ട് ചിരി തോന്നണില്ല. എന്നാലും ഒരു പരിചയമില്ലാത്തൊരു സെയിൽസ് ഗേളിന്റെ കൂടെ എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് കുട്ടികളെ ആക്കിയിട്ട് ഏട്ടന് എങ്ങനെയാ തോന്നിയത് ഇങ്ങടേക്ക് വരാൻ? അത് പിന്നെ ഷർട്ട് എടുക്കാൻ വൈകൊന്ന് പേടിച്ചിട്ട് രാത്രിത്തെ ട്രെയിൻ അങ്ങ് തിരിച്ചു പോവണ്ടേടി. ഇവര് തമ്മി തല്ലണ നേരെ നോക്കി സ്നേഹയുടെ കാര്യം ചോദിച്ചിട്ട് വരാം. അശ്വിൻ, നീ എവിടേക്കാ പോണേ? എവിടെ നിൽക്കുക? മുങ്ങാൻ നോക്കുകയാണല്ലേ? അയ്യേശേ, ഞാൻ കുട്ടികളോടൊന്ന് സംസാരിക്കാൻ പോവായിരുന്നു. എന്തുട്ടാണ് കുട്ടികളോട് സംസാരിക്കണേ? എന്തെങ്കിലും രഹസ്യമുണ്ടോ? അശ്വിനെ, ഇവളാകെ കലിപ്പ് മോഡിലാണ് കേട്ടാ. ഇല്ല, ഒരു രഹസ്യമല്ല. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാനായിട്ടേ വന്നതായിരുന്നു. അശ്വിനെ, നീ ഫ്രണ്ടിനോട് വിളിച്ചു പറയും മാമനും മാമിയും വന്നിട്ടുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ലാന്ന്. പിന്നെ രഘുവേട്ടാ, ഏട്ടന്റെ ഷർട്ട് എടുത്തിട്ട് വേഗം വായോ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കറങ്ങാൻ പോവാം. അല്ല, നീ സാരി എടുത്തില്ലേ? രഘുവേട്ടൻ കുട്ടികളെ വിട്ടിട്ട് പോയി എന്ന് കേട്ടപ്പോ എന്റെ മൂടൊക്കെ പോയി. സാരി എടുക്കാതിരിക്കാനുള്ള ഓരോരോ കാരണങ്ങള് അല്ലേ? എന്റെ കല്ലുവേ, ഒന്ന് പോയി എടുത്തേടിയേ. എന്നാ സത്യം ചെയ്, ഇനി മേലിൽ ഇങ്ങനെ വിട്ടിട്ട് പോവില്ലാന്ന്. ഞാൻ സത്യം ചെയ്യണു, പോരെ? മതി. എന്നാ ഞാൻ കുട്ടികളെയും കൊണ്ട് പോട്ടെ. പെട്ടെന്നൊന്ന് സെലക്ട് ചെയ്തിട്ട് വരാട്ടാ. ഇവിടെ തന്നെ നിക്കണേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കണ്ടോടാ, നിന്റെ മാമിക്ക് ഇത്രയേ ഉള്ളൂ ദേഷ്യം. പാവാണ്. മാമൻ അതിനേക്കാളും ചക്കിക്കൊത്ത ചങ്കരൻ. അശ്വതി, കുട്ടിയോട് പോണു. സ്നേഹം പറ്റി ചോദിക്കാൻ വിട്ടുപോയി. ഐഷു ഐഷു സ്നേഹിച്ചേ കണ്ടോ? ഏട്ടാ, ബാക്കിലത്തെ ഡോറ് വഴി പോയിട്ടുണ്ട്. ബൈക്കിന്റെ അടുത്ത് കാണാം. ദാ, എന്താണ് അവിടെ കുട്ടികളുമായിട്ട് ചുറ്റിക്കളിയാണോ? അയ്യച്ചേ, ഇത് ചെറിയ കുട്ടികളല്ലേ? ഏയ്, നീ തെറ്റിദ്ധരിച്ചതാണ്. ഈ കുട്ടികളുമായിട്ടല്ല, വേറെ വല്ല ചുറ്റിക്കളി ഉണ്ടോന്ന് ചോദിക്കുകയായിരുന്നു. എനിക്കെന്ത് ചുറ്റിക്കളി? എന്നാ വരൂ, നമുക്ക് സെലക്ട് ചെയ്യാം. കുട്ടികളെ അമ്മയെടുത്ത് പോയേ. അധികം നിക്കണ്ടേട്ടാ, അച്ഛൻ പൊക്കും. അതിനുമ്പോ പൊക്കോ. ഇവനോട് ഇപ്പൊ ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, കല്ലു എങ്ങാണം വീണ്ടും പ്രത്യക്ഷപ്പെട്ടാലേ പോയ ദേഷ്യമെല്ലാം തിരിച്ചങ്ങോട്ട് വരും. മാമി പാർട്ടിക്ക് പോവാൻ സമ്മതിക്കാത്ത സ്ഥിതിക്ക് സ്നേഹ എടുത്ത് പറയാം ക്യാൻസലായിന്ന്. സത്യത്തിൽ അത് കേട്ടാ സ്നേഹയ്ക്ക് സന്തോഷാവും. എന്നാലും എങ്ങനെയൊന്ന് അവളുടെ അടുത്ത് എത്തുക? എന്താണ് നീ ഇനി ആലോചിക്കണേ? അത് മാമ, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോണം. പോയിട്ട് പെട്ടെന്ന് വരുമോ, അതോ അതുവഴി പാർട്ടിക്ക് മുങ്ങുമോ? ഏയ് ഇല്ലില്ല, ഞാൻ പെട്ടെന്ന് വരാം. എന്നാ പൊയ്ക്കോളൂ. ഈ പോക്ക് എങ്ങടേക്കാണെന്ന് എനിക്കറിയാം. സ്നേഹയുടെ അടുത്തേക്ക്. ചെക്കൻ വിട്ടു പറയണില്ല. പക്ഷെ ഞാൻ ഇവനെ പൂട്ടും. മണിച്ചിത്ര താഴിട്ട് പൂട്ടും. നോക്കിക്കോ, രഘുവാ പറയണത്. ശനിയാഴ്ച വീട്ടിൽ നീ എത്തുമല്ലോ മോനെ, വെച്ചിട്ടുണ്ടടാ. എന്താ മോളെ? ഇത്ര പെട്ടെന്നോ? പെണ്ണുങ്ങൾ പൊതുവെ സമയം പിടിക്കില്ലേ സാരി എടുക്കാൻ? എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, വിളിച്ചോളൂ.
പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ.